ഇന്നത്തെ നമ്മുടെ താരം ചക്കക്കുഞ്ഞും ചക്കക്കുരുവും കൂടെയുള്ള കറിയാണ്. അതിനായിട്ടൊരു മീഡിയം ചക്കയുടെ പഞ്ഞി പോലത്തെ കുഞ്ഞ്, കട്ടിയുള്ള കുഞ്ഞ് നമ്മൾ എടുക്കത്തില്ല. അതിനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. നീളത്തിൽ കണ്ടിച്ചിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചക്കക്കുരുവും അതുപോലെ തന്നെ നടുവേ കീറിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടും. അത് നമ്മളൊരു 10-12 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മൾ എടുത്തേക്കുന്ന കൊച്ചുള്ളി ഒരു 10-15 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിയണം. തേങ്ങാക്കൊത്ത് ആവശ്യത്തിന് എടുക്കാം. കറിവേപ്പില. പിന്നെ നമ്മുടെ മസാലക്കൂട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എടുത്തേക്കുന്നത് മല്ലിപ്പൊടി ഒരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട്, ടീസ്പൂണ്. പിന്നെ മുളക് പൊടി ഒരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതിൻ്റെ കൂട്ടത്തിൽ പെരുംജീരകം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് പൊടിയെല്ലാം നമ്മൾ മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് ഈ പെരുംജീരകം കൂടി ഇട്ട് ഒന്നുകൂടെ മൂപ്പിച്ചിട്ട് പിന്നെ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ എന്താണ്, ഉരുളിയിലേക്ക് നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം കൂടെ ഒരുമിച്ചിടുക. അതിലേക്ക് ഈ മസാല നന്നായിട്ട് അരച്ച് വെച്ച മസാല നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ യോജിപ്പിക്കണം. കറിവേപ്പിലേക്ക് ഊരിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടുത്തെ ഒരു സ്റ്റീലിൻ്റെ മഗ്ഗിന് 2 മഗ്ഗ് വെള്ളം ചേർത്തിട്ടുണ്ട്. വലിയ സ്റ്റീലിൻ്റെ മഗ്ഗ്, അതിന് 2 മഗ്ഗ് വെള്ളം. അത് നമ്മളൊരു മെഷറിംഗ് കപ്പൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു 4 കപ്പിന് മുകളിലുള്ള വെള്ളമുണ്ട്, 4 കപ്പ് കൂടുതലുള്ള വെള്ളമുണ്ട്. അത് വേവാനുള്ള വെള്ളം വേണം. അപ്പം അതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് ആവി കയറ്റി അത് വെന്ത് വരും. നമ്മൾ ഇടയ്ക്ക് മീഡിയത്തിലേക്ക് മാറ്റിയിട്ടായിരുന്നു. എന്നിട്ട് അത് വേവാനുള്ള കുറച്ച് സമയം എടുക്കും. ഇടയ്ക്ക് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുകയും നോക്കുകയൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് തേങ്ങ എന്ന് പറഞ്ഞൊരു 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ട് ചതച്ചിട്ട് അത് ഇട്ട് കൊടുത്ത് അതും കുറച്ച് നേരം ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെള്ളമൊക്കെ പറ്റി വന്ന് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കടുക് വറക്കും. എന്ത് ചെയ്തിട്ട് എണ്ണയും നമ്മുടെ നോർമൽ കടുക് വറക്കും. അതിലേക്ക് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി കൂടെ ചേർക്കും. അതുകൂടെ ചേർത്ത് വറുത്തിട്ട് ഈ ഡയറക്റ്റ് നമ്മൾ ആ ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ച കറി അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ് കേട്ടോ.